നമ്മുടെ രാജ്യം വെറുതെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു വിപണി മാത്രമായിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ലോകത്തെ വമ്പൻ കമ്പനികൾ പോലും ഇന്ത്യയെ നോക്കിക്കാണുന്നത് അവരുടെ സാങ്കേതിക പങ്കാളിയായിട്ടാണ്. ഇതിന്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ് പ്രമുഖ കമ്പനിയായ റോൾസ് റോയ്സ് ഇന്ത്യയുമായി കൈകോർക്കുന്നത്. ഈ ഒരു മാറ്റം, ഈ ഒരു കൂടിച്ചേരൽ നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കുന്നു നമുക്ക് നോക്കാം. എന്താണ് ഈ കൂട്ടുകെട്ടിന്റെ ലക്ഷ്യം? റോൾസ് റോയ്സ് പോലുള്ള ഒരു കമ്പനി വെറുതെ ലാഭം ഉണ്ടാക്കാൻ മാത്രമല്ല ഇന്ത്യയിലേക്ക് വരുന്നത്. അവരുടെ പ്രധാന ലക്ഷ്യം വിമാനങ്ങളുടെയും കപ്പലുകളുടെയും സാങ്കേതിക വിദ്യ നിയന്ത്രിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രമായി ഇന്ത്യ മാറ്റുക. അതുപോലെ യുദ്ധവിമാനങ്ങൾക്കും കപ്പലുകൾക്കും വേണ്ട എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്യും. അതാണ് ആത്മനിർഭർ ഭാരത്. വെറും കൈപ്പണിയല്ല, മറിച്ച് ഉയർന്ന ശമ്പളമുള്ള വലിയ എഞ്ചിനീയറിംഗ് ജോലികൾ നമ്മുടെ യുവാക്കൾക്ക് ലഭിക്കും. അത് മാത്രമല്ല, മലിനീകരണം കുറഞ്ഞ ഊർജ്ജ സംവിധാനങ്ങൾ കൊണ്ടുവരാനും ഇവർ നമ്മളെ സഹായിക്കും. റോൾസ് റോയ്സിന്റെ സിഇഒ പറയുന്നത് ഇന്ത്യ അവർക്ക് വെറും ഒരു മാർക്കറ്റ് അല്ല, മറിച്ച് രണ്ടാം വീട് എന്നാണ്. എ സെക്കൻഡ് ഹോം. ബാംഗ്ലൂരുവിലെ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ എഞ്ചിനീയർമാർ തയ്യാറാക്കുന്ന സാങ്കേതിക വിദ്യ ലോകമെമ്പാടുമുള്ള വിമാനങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു. അതായത് ലോകോത്തര വിമാനങ്ങളുടെ കാര്യത്തിൽ ഇനി നമ്മുടെ മണ്ണിൽ നിന്ന് തുടങ്ങും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് ഗുണം? ഒരു വലിയ കമ്പനി വരുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ വാതിലുകൾ തുറന്നു കൊടുക്കും. അതായത് വലിയ എഞ്ചിനുകൾക്ക് വേണ്ട ചെറിയ സ്പെയർ പാർട്സ് ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലെ ചെറിയ കമ്പനികൾക്ക് അവസരം കിട്ടും. ഇതോടെ തന്നെ നമ്മുടെ നാട്ടിലെ നിർമ്മാണ നിലവാരം ലോകോത്തരമാകും. എന്നാൽ എന്തുകൊണ്ട് ഇന്ത്യയെ തിരഞ്ഞെടുക്കുന്നു? വൈ ഇന്ത്യ? പണ്ട് കമ്പനികളെല്ലാം തന്നെ ചൈനയായിരുന്നു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് ഇന്ത്യയാണ് സേഫ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ UPI പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ ബിസിനസ് എളുപ്പമാക്കി. ലോക രാജ്യങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന സൗഹൃദം നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നത് ഇന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു വലിയ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2040 ഇന്ത്യയെ വലിയൊരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണിത്. ആപ്പിൾ മുതൽ റോൾസ് റോയ്സ് വരെയുള്ളവർ ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് കണ്ടിട്ടാണ്. വെറും ഒരു രാജ്യം എന്നതിൽ നിന്ന് ലോകത്തെ നയിക്കുന്ന വിശ്വഗുരു എന്ന പദവിയിലേക്ക് ഇന്ത്യ കുതിക്കുകയാണ്.